ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ദ ബാഡ് ഗൈസ് 2 എന്ന് പറയുന്ന കിഡിലൻ മൂവിയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. മോഷണക്കഥകള് അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു സിനിമ. അത്രയ്ക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് കൊണ്ട് അമ്മാനമാടുന്ന ഒരു സിനിമയാണ് ദ ബാഡ് ഗൈസ് 2. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ ആരംഭിക്കുന്നത്. ഈജിപ്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത്. മിസ്റ്റർ വോൾഫ്, സേഫ് ക്രാക്കർ ആയിട്ടുള്ള മിസ്റ്റർ സ്നേക്ക്, മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ് ആയിട്ടുള്ള മിസ്റ്റർ ഷാർക്ക്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആയിട്ടുള്ള മിസ്റ്റർ പിരാന, പിന്നെ ഏറ്റവും പുതിയ ടീം മെമ്പർ ആയിട്ടുള്ള ടെറാൻറ്റുല, പണച്ചാക്കായിട്ടുള്ള മിസ്റ്റർ സോളിമന്റെ വീട് കൊള്ളയടിക്കാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ മിസ്റ്റർ വോൾഫും സംഘവും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ പ്ലാനിങ്ങും വളരെ കൃത്യമായിട്ട് ടീം അംഗങ്ങൾ നിറവേറ്റുന്നു. നമ്മുടെ റിംഗ് ലീഡർ ആയിട്ടുള്ള മിസ്റ്റർ വോൾഫ് അങ്ങോട്ടേക്ക് പറന്നു വരികയാണ്. പുള്ളിക്കാരന് വരാനായിട്ടുള്ള എല്ലാ ഡോറും കാര്യങ്ങളൊക്കെ ഇവന്മാര് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ മിസ്റ്റർ വോൾഫ് പറന്ന് അങ്ങോട്ടേക്ക് ചാടി വരുന്നു. എന്നിട്ട് മിസ്റ്റർ സോളിമനോട് സുഖമല്ലേ ചേട്ടാ? അപ്പോഴേക്കും ബാക്കിയുള്ള ടീം അംഗങ്ങളും നമ്മുടെ മിസ്റ്റർ വോൾഫിന്റെ ഒപ്പം കൂടുന്നു. ഇതാണ് നമ്മുടെ ടീം. മിസ്റ്റർ സോളിമനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്നുണ്ട് മിസ്റ്റർ വോൾഫ്. അതിനുശേഷം ആ ഒരു വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഡോർ അവർ തുറക്കുന്നു. അതിനുള്ളിൽ ഒരു കിഡിലൻ ബ്ലാക്ക് ഫ്ലാഷി മസിൽ കാർ ഉണ്ടായിരുന്നു. അതും എടുത്ത് അവിടെ നിന്ന് പോവാനായിട്ടാണ് നമ്മുടെ മിസ്റ്റർ വോൾഫും സംഘവും വന്നിട്ടുള്ളത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ അതേ രംഗം തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഈ ഒരു സമയത്താണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ദ ബാഡ് ഗൈസ് 2. വീടിന് പുറത്തായിട്ട് ഒരു വലിയ ബലൂൺ തന്നെ ഇവന്മാര് സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും തട്ടി ആ കാറും കൊണ്ട് ഇവന്മാര് പറന്ന് പോവുകയാണ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് പോലീസുകാർ ഇവരുടെ പിന്നാലെ പറന്ന് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും നല്ല സ്പീഡിൽ പടേന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ടേണിംഗ് കഴിഞ്ഞ് ഇവർ മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരുപാട് പോലീസുകാർ ഇവർക്ക് വേണ്ടിയിട്ട് വല വിരിച്ച് കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഇവരുടെ പുതിയ ടീം മെമ്പർ ആയിട്ടുള്ള ഹാക്കർ ടാരന്റുല ഒരു ക്രെയിന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തിട്ട് അതിനുണ്ടായിരുന്ന ആ മാഗ്നറ്റ് കൊണ്ട് ഇവരുടെ കാറിന്റെ ദിശ തന്നെ മാറ്റി ഇവർ വേറെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് പോലീസുകാർ ഒരൊറ്റ ബൈക്കുമ്പോൾ താങ്ങി പിടിച്ച് ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. അവരടക്കം ഇപ്പൊ ചമ്മിപ്പോയി. പെട്ടെന്ന് സീൻ കട്ടായിട്ട് പ്രസന്റിലേക്ക് വരികയാണ്. മിസ്റ്റർ വോൾഫിന്റെയും സംഘത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ചുരുക്കി പറഞ്ഞ മുഴു പട്ടിണിയാണ്. ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയതിനു ശേഷം മിസ്റ്റർ വോൾഫും സംഘവും പല ജോലിക്കായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തു, ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഒരു കമ്പനികളും അവരെ എടുത്തില്ല. അവരെ വിശ്വാസമില്ലായിരുന്നു. ഒരിക്കല് കള്ളന്മാരായിരുന്നല്ലോ. മിസ്റ്റർ വോൾഫ് അപ്ലൈ ചെയ്തത് ബാങ്ക് ജോലിക്കായിരുന്നു. ആ ബാങ്ക് തന്നെ 2-3 തവണ അവൻ കൊള്ളയടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ വോൾഫിന് അവിടെ ജോലി ലഭിക്കുന്നില്ല. അവനെ റിജക്റ്റ് ചെയ്യുന്നു. സംഘത്തിലെ മറ്റുള്ളവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞ ഇപ്പൊ ഇവരെല്ലാവരും മുഴു പട്ടിണിയിലാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബാഡ് ഗൈസ് ഇപ്പോ നല്ല കുട്ടികളാണ്. അവരിപ്പോ യാതൊരുവിധ മോഷണത്തിനോ ഒന്നും തന്നെ പോവാറില്ല. പക്ഷെ നഗരത്തിലിപ്പോ ഒരു പുതിയ മോഷണ പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. അതിന് പിന്നിലും നമ്മുടെ ബാഡ് ഗൈസ് തന്നെയാവും എന്നാണ് ജനസംസാരം. പക്ഷേ ഇവന്മാരല്ല അതൊന്നും ചെയ്യുന്നത്. മുഴു പട്ടിണി, ജോലിയില്ല, നഗരത്തിലാണെന്നുണ്ടെങ്കിൽ ഇവര് കള്ളന്മാരാണെന്നുള്ള സംസാര വിഷയം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മിസ്റ്റർ സ്നേക്ക് വളരെ കൂളായിട്ട് കടന്നു വരുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീണ്ടും പുറത്തേക്ക് പോവാ. നീ ഇതെങ്ങോട്ടൊക്കെ പോകുന്നേ? ഞാൻ ജിമ്മിനൊക്കെ പോവാ. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ മുഴുകുക. മിസ്റ്റർ വോൾഫും ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് ഇവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്നാണ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ വോൾഫ് ഗവർണർ ഡയാനയുമായിട്ട് അവന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവര് തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. പക്ഷെ പരസ്പരം അങ്ങോട്ട് അത്രയ്ക്ക് അടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മിസ്റ്റർ വോൾഫ് ഒരു എക്സ് ക്രിമിനലാണല്ലോ. ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വലിയ പദവിയിലിരിക്കുന്ന ആളും. പണ്ട് കള്ളന്മാരായതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ആർക്കും ഇവരെ ഒരു വിലയുമില്ല, ജോലി കൊടുക്കില്ല, ഇവരെ അക്സെപ്റ്റ് ചെയ്യ പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരുടെ ഒക്കെ മനസ്സ് മാറ്റേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതിനായിട്ട് ശ്രമിക്കാനാണ് ഇപ്പൊ ഡയാന മിസ്റ്റർ വോൾഫിന്റെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ മിസ്റ്റർ വോൾഫ് നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ കമ്മീഷണർ ലുഗിൻസ് ഇപ്പോൾ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ മിസ്റ്റർ വോൾഫ് ഉണ്ടായിരുന്നു. ഈ ഒരു അന്വേഷണത്തിൽ സഹായിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ആദ്യമൊന്നും മിസ്റ്റർ വോൾഫ് പറയുന്ന ഒരു കാര്യത്തിനും മറുപടി പോലും നമ്മുടെ ലുഗിൻസ് കൊടുത്തില്ല. പിന്നീട് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ലുഗിൻസും അവന്റെ കൂടെ കൂടുകയാണ്. വോൾഫിന് എന്തെങ്കിലും സംശയം വരുമ്പോൾ അവന്റെ സംഘത്തിലുള്ള ഒരുത്തനെ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തും. അയാൾക്കൊരു സംശയം വരുമ്പോൾ അടുത്ത ആളെ വരുത്തും. അങ്ങനെ ഇപ്പോൾ വോൾഫിന്റെ സംഘത്തിലുള്ള എല്ലാവരും ലുഗിൻസിന്റെ ഈ ഒരു ഓഫീസിലെത്തി. എത്രയൊക്കെ ഇവർ നോക്കിയിട്ടും ഒരു തുമ്പും കണ്ടെത്താനായില്ല. അങ്ങനെ ഈ മോഷണം നടന്ന സമയമൊക്കെ ഇവർ നോക്കിയപ്പോൾ മിസ്റ്റർ സ്നേക്ക്
ജിമ്മിലേക്ക് പോകുന്ന സമയവും ഈ ഒരു മോഷണം നടന്ന സമയവും ഏകദേശം കറക്റ്റ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി. അതായത് ഈ മോഷണത്തിനെല്ലാം പിന്നില് ഇവരുടെ കൂട്ടുകാരൻ തന്നെയായിട്ടുള്ള മിസ്റ്റർ സ്നേക്ക് ആണെന്ന് ഏകദേശം ഇവർ ഉറപ്പിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ ലുഗിൻസ് വിളിച്ചിട്ട് ഇവരോടൊരു കാര്യം പറഞ്ഞു. നാളെ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു കാർണിവലില് അവൻ വരും, ഞാൻ അവനെ പിടികൂടും. അങ്ങനെ നമ്മുടെ മിസ്റ്റർ വൂൾഫും സംഘവും അങ്ങോട്ടേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ വൃത്തികെട്ടവനെ കണ്ടുപിടിച്ച് കാര്യം പറയണം, അല്ലാന്നുണ്ടെങ്കിൽ അവനെ അവർ പിടിച്ചോണ്ടും പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മിസ്റ്റർ ഷാർക്ക് പെട്ടെന്ന് പേടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവർ ആരാണെന്ന് നോക്കൂല. അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന കമ്മീഷണർ ആയിട്ടുള്ള ലുഗിൻസിന്റെ തലക്കിട്ട് നമ്മുടെ ഷാർക്ക് അറിയാതെ അടിച്ചു. പുള്ളിക്കാരി ബോധം കെട്ടുപോയി. അപ്പോ വേണ്ടടാ ഇവരുടെ ഫ്രണ്ടിലായിട്ട് മിസ്റ്റർ സ്നേക്ക് എല്ലാം കൂടി ഓടിപ്പോയിട്ട് മിസ്റ്റർ സ്നേക്കിനെ ഇപ്പൊ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തില് നമ്മുടെ മിസ്റ്റർ സ്നേക്കിന് ഈ ഒരു മോഷണവുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. കാമുകിയായിട്ടുള്ള സൂസനുമൊത്ത് അടിച്ചു പൊളിക്കുകയായിരുന്നു ഇത്രയും നാൾ പാവം നമ്മുടെ മിസ്റ്റർ സ്നേക്ക്. അപ്പോഴേക്കും അവിടെ ഗുസ്തി മത്സരം ആരംഭിച്ചിരിക്കുന്നു. അവിടേക്ക് പിക്ടെയിൽ പെട്രോവ കടന്നു വരികയാണ്. പുള്ളിക്കാരിയെ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മിസ്റ്റർ വൂൾഫിന്റെ സംഘത്തിൽ നിന്നുള്ള രണ്ടുപേര് അങ്ങോട്ടേക്ക് വരുന്നത്. ഷാർക്കും അതുപോലെ തന്നെ നമ്മുടെ പിരാനയും. പിന്നീട് അവിടെ നടന്നത് ഒരു റെസ്ലിംഗ് മാമാങ്കമായിരുന്നു. എല്ലാവരും തമ്മിൽ അടിയോടടി. അങ്ങനെ അവസാനമായപ്പോ ഈ ഒരു പിഗ്ടെയിൽ പെട്രോവ ഉണ്ടല്ലോ, പുള്ളിക്കാരി നമ്മുടെ പിരാനയുടെ കഴുത്തു കൂടെ ആ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ബെൽറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവര് ബാഡ് ഗൈസിലുള്ള എല്ലാ സംഘവും അവിടെ ഉണ്ടായിരുന്നല്ലോ, കാണികൾ മൊത്തം വിചാരിക്കുന്നത് ഈ ഒരു ബാഡ് ഗൈസ് വന്നിരിക്കുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് മോഷ്ടിക്കാനാണെന്നാണ്. നല്ല 8ന്റെ പണിയാണ് കിട്ടിയതെന്ന് മിസ്റ്റർ വോൾഫിനും സംഘത്തിനും മനസ്സിലായി. ഓഡിയൻസ് എല്ലാവരും ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. കമ്മീഷണർ ലുഗിൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വീണ്ടും പറ്റിച്ചു, ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് സകല പോലീസുകാരെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ സ്നേക്കിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സൂസൻ അങ്ങോട്ടേക്ക് ഒരു വാനുമായിട്ട് വരുന്നു. എന്നിട്ട് ഇവരെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. കമ്മീഷണർ ലുഗിൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു വാനിന് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിയുടെ പിടുത്തം വിട്ട് താഴേക്ക് വീണു പോകുന്നു. പോലീസുകാരെല്ലാം ഇവരുടെ പിന്നാലെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ പിക്ടെയിൽ പെട്രോവ ആണെന്നുണ്ടെങ്കിൽ ആരെയും വിളിച്ചിട്ട് ബോസ് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടന്നു, പോലീസുകാരെല്ലാവരും അവന്മാരുടെ പുറകിലാണ് ബോസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ചിരിയോട് ചിരി. മറുവശത്ത് നമ്മുടെ സൂസൻ ആകട്ടെ മിസ്റ്റർ വോൾഫിനും സംഘത്തിനും ചോയിങ്കം കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിരാനയ്ക്ക് ഒരു സംശയം, സൂസനും മിസ്റ്റർ സ്നേക്കും എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ് തുടങ്ങിയത്? ഞങ്ങളുടെ പ്രണയം ഒരു പെറ്റ് ഷോപ്പിൽ വെച്ചായിരുന്നു. ആ മതി മിസ്റ്റർ വോൾഫ് അതിൽ ഇടപെട്ടു. മറുവശത്ത് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ഡയാന. മീഡിയക്കാര് എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു മോഷണം നടത്തിയത് ബാഡ് ഗൈസ് ആണോ എന്നാണ്. പെട്ടെന്ന് നമ്മുടെ ഗവർണർ ഡയാനയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് മറ്റാരുമല്ല മിസ്റ്റർ വോൾഫ് ആണ്. പോകുന്ന വഴിയിൽ ഒരു ടെലിഫോൺ ബൂത്തിൽ കയറിയിട്ട് അവൻ വിളിച്ചതാണ്. ഞങ്ങളല്ല ഈ ഒരു മോഷണം നടത്തിയത്, ഞങ്ങളെ വിശ്വസിക്കണം എന്നാണ് ഡയാനയോട് അവൻ പറയുന്നത്. ഡയാന ഉടൻ തന്നെ അവളുടെ എല്ലാ മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്തിട്ട് അവളുടെ വെപ്പൺസ് മൊത്തം എടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്നു. ഡയാനയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം നമ്മുടെ മിസ്റ്റർ വോൾഫ് നേരെ വാനിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. പക്ഷേ വാനിലുണ്ടായിരുന്ന അവന്റെ കൂട്ടുകാരെല്ലാവരും ഇപ്പൊ മയക്കത്തിലാണ്. യഥാർത്ഥത്തില് സൂസനും അവരുടെ ആളായിരുന്നു. നേരത്തെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ചോയിങ്കത്തില് എന്തോ ഒരു മയക്കുമരുന്നുണ്ടായിരുന്നു. ഇപ്പോ നമ്മുടെ മിസ്റ്റർ വോൾഫിനെയും അവള് മയക്കുന്നു. ശേഷം ഇവരുടെ ടീം അംഗങ്ങളുടെ അടുത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. കിറ്റി കാറ്റ്, പിക്ടെയിൽ പെട്രോവ, ഡൂം എന്ന് പറയുന്ന 3 ക്രിമിനൽസ് ആണ് ഈ ഫാന്റം ബാൻഡിറ്റ്. ഡൂം എന്ന് പറയുന്നത് നമ്മുടെ സൂസൻ ആണ് കേട്ടോ. സ്നേക്കിനെ എങ്ങനെയെങ്കിലും വളച്ചെടുത്തിട്ട് ബാഡ് ഗൈസിനെ എങ്ങനെയെങ്കിലും വീഴ്ത്താനായിട്ടായിരുന്നു ഇവരുടെ ശ്രമം. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും സ്നേക്കിന് ഇപ്പോഴും സൂസനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണുമ്പോൾ തന്നെ മിസ്റ്റർ വോൾഫിനും സംഘത്തിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ കിറ്റി കാറ്റ് പറയുകയാണ്, ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്, മൂണെക്സ് റോക്കറ്റ് ഞങ്ങൾ മോഷ്ടിക്കാനായിട്ട് പോവുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സീക്രട്ട് ഫുട്ടേജ് ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് വിടും. അത് ഡയാനയുടെ ആയിരുന്നു. അതിൽ ക്രിംസൺ പോ അഥവാ നമ്മുടെ ഡയാനയുടെ ക്രിമിനൽ ഐഡന്റിറ്റി മൊത്തം കാണിക്കുന്നുണ്ടായിരുന്നു. മൂണെക്സ് റോക്കറ്റ് മോഷ്ടിച്ചതിന് ശേഷം ആ ഒരു പെൻഡ്രൈവും ഫുട്ടേജും എല്ലാം തന്നെ നിനക്ക് ഞാൻ തരാമെന്നും മിസ്റ്റർ വോൾഫിന്റെ അടുത്ത് കിറ്റി കാറ്റ് പറയുന്നുണ്ട്. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ നമ്മുടെ മിസ്റ്റർ വോൾഫും സംഘവും അതിന് സമ്മതിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ മൂൺ എന്ന് പറയുന്ന ആളുടെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്, അത് മോഷ്ടിക്കണം. അയാളാണ് ഈ ഒരു റോക്കറ്റിന്റെ ഓണർ. മറുവശത്ത് ഗവർണർ ഡയാനയാകട്ടെ ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ട് മർമലേഡിനെ കാണുകയാണ്. മസിലൊക്കെ വെച്ച് ആളാകെ മാറിപ്പോയിട്ടുണ്ട്. പുതിയ മോഷ്ടാക്കളെ പറ്റിയും അവരുടെ പുതിയ നീക്കം എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മർമലേഡിനെ കാണാനായി ഗവർണർ ഡയാന വന്നിരിക്കുന്നത്
വന്നിരിക്കുന്നത്. പക്ഷേ മർമലേഡ് ആകട്ടെ അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല. പകരം അവന്റെ കൂടെ ഒരു ഗെയിം കളിക്കാനായിട്ടാണ് ഇപ്പൊ മർമലേഡ് ആവശ്യപ്പെടുന്നത്. മറുവശത്ത് മിസ്റ്റർ മൂണിന്റെ സ്മാർട്ട് വാച്ച് മോഷ്ടിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കിറ്റി കാറ്റും സംഘവും. ഇപ്പൊ മിസ്റ്റർ മൂണിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. മിസ്റ്റർ മൂണിന്റെ വിവാഹം നടക്കുകയാണ്. ഹാക്കറായിട്ടുള്ള ടാരന്റുല അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഓഫ് ആക്കുന്നു. ബോഡി ഗാർഡ്സിനെ നമ്മുടെ പിരാന ഡിക്കിലിട്ട് പഞ്ഞിക്കിടുന്നു. മിസ്റ്റർ സ്നേക്ക് ആകട്ടെ അവിടുത്തെ സെക്യൂരിറ്റി റൂമിലെ പവർ മൊത്തം കട്ട് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത അതേപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പണക്കാരന്റെ വേഷം കെട്ടിയാണ് മിസ്റ്റർ വോൾഫ് ഇപ്പോ മിസ്റ്റർ മൂണിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നത്. പക്ഷേ മിസ്റ്റർ മൂണിന്റെ കയ്യിലുള്ള ഒരു കണ്ണടയുണ്ട്. അതിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരായാൽ പോലും അയാളുടെ ജാതകം വരെ കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ഹാക്കർ ടാരന്റുലയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ഹാക്കിങ്ങിന്റെ ഫലമായിട്ട് മിസ്റ്റർ വോൾഫ് ഒരു വലിയ പണക്കാരനാണെന്നുള്ള ഐഡന്റിറ്റിയാണ് മിസ്റ്റർ മൂണിന് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. കല്യാണ ദിവസം തന്നെ ബിസിനസ് ഡീൽ സംസാരിച്ച് നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് മിസ്റ്റർ മൂൺ നമ്മുടെ മിസ്റ്റർ വോൾഫിന് കൈ കൊടുക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഷെയ്ക്കാൻഡ് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു സ്മാർട്ട് വാച്ച് കൈക്കലാക്കാനായിട്ടായിരുന്നു മിസ്റ്റർ വോൾഫിന്റെ ശ്രമം. പക്ഷേ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് സോളിമോൺ വരുന്നത്. സോളിമോണിനെ കണ്ടപ്പോ തന്നെ മിസ്റ്റർ വോൾഫിന്റെ സകല കിളിയും പോയി. എല്ലാ പ്ലാനുകളും ഇപ്പൊ തെറ്റിന്നും പറഞ്ഞുകൊണ്ട് കിറ്റി കാറ്റ് ഇപ്പൊ മിസ്റ്റർ വോൾഫിനെ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവര് ഒരു പ്ലാനും കൂടി ഉണ്ടാക്കി. ദേ ഇപ്പൊ കല്യാണം നടക്കാനായിട്ട് പോവുകയാണ്. വലിയൊരു പണക്കാരനായിട്ടാണെന്നല്ലോ നമ്മുടെ മിസ്റ്റർ വോൾഫ് അവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരന്റെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ സോളിമന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. അപ്പൊ തന്നെ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പള്ളിയിലച്ഛനായിട്ട് കല്യാണം നടത്താനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ ഷാർക്കാണ്. ഈ ഒരു കല്യാണത്തിന് എല്ലാവർക്കും സമ്മതമല്ലേ? ആർക്കെങ്കിലും സമ്മതമില്ലാത്തതുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മിസ്റ്റർ സോളിമൻ ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, അത് കല്യാണ പെണ്ണല്ല കുറുക്കനാണ്. അങ്ങനെ മിസ്റ്റർ മോണ് തന്റെ നവവധുവിന്റെ ഷാള് മാറ്റി നോക്കുമ്പോ അത് അവൾ തന്നെയായിരുന്നു. ശരിക്കും അവിടെ എന്താണ് നടന്നതെന്ന് ഇപ്പൊ കിറ്റി കാറ്റിന് പോലും പിടികിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ മിസ്റ്റർ വോൾഫ് കാര്യം തുറന്നു പറഞ്ഞു. സോളിമന് സംശയം വന്നോന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേജിന്റെ പുറകിലായിട്ട് യഥാർത്ഥ നവവധുവിനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ സോളിമൻ എഴുന്നേറ്റിട്ട് അത് കുറുക്കനാണെന്ന് പറഞ്ഞ ആ ഒരു സീനിൽ തന്നെ ആ ഒരു വെളിച്ചം മൊത്തം സോളിമന്റെ ദേഹത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്കാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു തക്കത്തിന് തന്നെ മിസ്റ്റർ വോൾഫ് മിസ്റ്റർ മൂണിന്റെ ആ ഒരു സ്മാർട്ട് വാച്ച് കൈക്കലാക്കുന്നു. അപ്പോഴേക്കും സൂസൻ അങ്ങോട്ടേക്ക് പറന്ന് വന്ന് മിസ്റ്റർ വോൾഫിനെ എടുത്തുകൊണ്ട് പോകുന്നു. പകരം നവവധു അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. മറുവശത്ത് ജയിലിലാണെന്നുണ്ടെങ്കിൽ മർമലേഡിനെ കാണാനായിട്ട് കിറ്റി കാറ്റ് വന്ന കാര്യം ഡയാന മനസ്സിലാക്കുന്നു. കഫനൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മെറ്റലിനെ പറ്റിയിട്ട് അറിയാനായിരുന്നു ഈ കിറ്റി കാറ്റ് മർമലേഡിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കിറ്റി കാറ്റിന്റെ പദ്ധതി എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഈ ഒരു മൂണെക്സ് റോക്കറ്റ് മോഷ്ടിക്കുന്നത് തന്നെ പുള്ളിക്കാരിക്ക് മൾട്ടിനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ്. അവിടേക്ക് പോയിട്ട് ഈ ഒരു മെക്കാഫനൈറ്റ് എന്ന് പറയുന്ന ഈ റയർ ആയിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ച് ഭൂമിയിലുള്ള എല്ലാ സ്വർണവും തട്ടിയെടുക്കാനായിട്ടാണ് കിറ്റി കാറ്റിന്റെ പ്ലാന്. ഇതറിഞ്ഞ ഗവർണർ ഡയാന ശരവേഗത്തിൽ അവിടെ നിന്നും പറന്നു പോകുന്നു. മറുവശത്ത് മിസ്റ്റർ വോൾഫിന് കൊടുത്ത വാക്ക് കിറ്റി കാറ്റ് പാലിച്ചു. ആ ഒരു ഫ്ലാഷ് ഡ്രൈവ് ഇപ്പൊ മിസ്റ്റർ വോൾഫിന് കിറ്റി കാറ്റ് തിരിച്ചു കൊടുത്തു. മിസ്റ്റർ വോൾഫിനോട് അപ്പൊ കിറ്റി കാറ്റ് പറയുന്നുണ്ട്, പണ്ടത്തെ നിങ്ങൾ എന്തൊരു അടിപൊളിയായിരുന്നു. ആ ഒരു മോഷണവും ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും എന്താണ് പറ്റിയത്? വീണ്ടും പഴയ പോലെയൊക്കെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്റ്റർ വോൾഫിന്റെ മനസ്സ് മാറ്റാനായിട്ട് നമ്മുടെ കിറ്റി കാറ്റ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ വോൾഫ് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഇപ്പൊ വാനിലേക്ക് വന്ന് കയറുന്നത്. ഈ കിറ്റി കാറ്റ് സംസാരിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹാക്കർ ടാരന്റുലയുടെ നേതൃത്വത്തിൽ ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. അപ്പോഴേക്കും കിറ്റി കാറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും ഇവരെ പിടിച്ചു കെട്ടുന്നു. ഒരു ഗോൾഡൻ മാഗ്നറ്റിലാണ് ഇവരെ എല്ലാവരെയും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. ഒരു റിമോട്ടും അവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇനാക്റ്റീവ് ആക്കാം. പക്ഷെ ആ ഒരു ഇനാക്റ്റീവ് ആക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലാപ്ടോപ്പില് തനിയെ തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ആവും. റിമോട്ട് ഇനാക്റ്റീവ് ആക്കിയപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് മിസ്റ്റർ വോൾഫ് ഓടി വന്നിട്ട് വീണ്ടും അത് ആക്റ്റീവ് ആക്കുന്നു. അപ്പോൾ തന്നെ മാഗ്നറ്റ് വീണ്ടും പ്രവർത്തിക്കുന്നു. അതോടുകൂടി ആ വീഡിയോ അപ്ലോഡ് ആവുന്നത് പോസ് ആവുകയും ചെയ്യുന്നുണ്ട്. കിറ്റി കാറ്റും സംഘവും അവിടെ നിന്നും പോയി. അതിനുശേഷം നമ്മുടെ പിരാന വളരെ വേഗത്തിൽ പോയിട്ട് ഫ്ലാഷ് ഡ്രൈവ് ഊരാനായിട്ട് നോക്കി. പക്ഷെ വളരെ വേഗത്തിൽ വീണ്ടും അപ്ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 38% ഇപ്പൊ അപ്ലോഡ് ആയിട്ടുണ്ട്. അവസാനമായിട്ട് മിസ്റ്റർ വോൾഫ് മാഗ്നറ്റ് ഓഫ് ആക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് പാഞ്ഞു പോയിട്ട് തീച്ചുളയിലേക്ക് ആ ഒരു ലാപ്ടോപ്പ് എറിഞ്ഞു കളയുകയാണ്. പക്ഷെ അത്
അതിനുള്ളിലേക്ക് വീണില്ല. മാത്രമല്ല അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ പബ്ലിഷ് ആവുകയും ലോകം മുഴുവൻ ആ ഒരു വീഡിയോ കാണുകയും ഗവർണർ ഡയാനയാണ് ക്രിംസൺ പോ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. മറുവശത്ത് മോണക്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിറ്റി കാറ്റും സംഘവും. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് നമ്മുടെ ബാഡ് ഗൈസിനെ പൊക്കി. കിറ്റി കാറ്റിന്റെ എല്ലാ പ്ലാനുകളും തെറ്റിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഗവർണർ ഡയാന പറന്നു വരികയാണ്. എന്നിട്ട് കിറ്റി കാറ്റിനെയും സംഘത്തിനെയും നല്ല രീതിയിൽ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. കിറ്റി കാറ്റ് അപ്പൊ പറയുകയാണ്, നീ നിന്റെ ഫോണൊന്ന് എടുത്തു നോക്കുമോളെ. ഡയാന ഞെട്ടിപ്പോയി. അവളെ പറ്റിയിട്ടുള്ള ആ ഒരു വീഡിയോ മൊത്തം വൈറലായതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾക്ക് ഒരുപാട് മെസ്സേജുകളും മറ്റൊക്കെ വരുന്നുണ്ട്. ഈ ഒരു തക്കത്തിന് നമ്മുടെ കിറ്റി കാറ്റ് അവൾക്ക് നേരെ ട്രാൻക്ലൈസർ ഉപയോഗിക്കുന്നു. ഡയാന അപ്പൊ തന്നെ മയക്കത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അവളും കിറ്റി കാറ്റും സംഘവും അറിയാതെ മൂണെക്സിലേക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ മർമലേഡ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത്. മിസ്റ്റർ വോൾഫും സംഘവും നമ്മുടെ കമ്മീഷണർ ലുഗിൻസിന്റെ കാല് പിടിച്ച്, ഞങ്ങളല്ലേ ഇത് ചെയ്തത്, ഞങ്ങൾ കണ്ടെത്തി തരാം, ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം, കിറ്റി കാറ്റും സംഘവുമാണ് ഇതിന് പിന്നിൽ. ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകും വഴിയിൽ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ വിശ്വസിക്കാം, പക്ഷേ ഇത്തവണ നിങ്ങൾ എന്നെ നിരാശരാക്കരുത്. ഇത് കേട്ടതും മിസ്റ്റർ വോൾഫും സംഘവും നമ്മുടെ കമ്മീഷണർ ലുഗിൻസിനെ നേരെ ചാടിയിട്ട് കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മൂണെക്സ് റോക്കറ്റും കൊണ്ട് കിറ്റി കാറ്റും സംഘവും പറന്നു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്മീഷണർ ലുഗിൻസ് വിട്ടുകൊടുത്തില്ല. ഒരു ഹെലികോപ്റ്റർ പിടിച്ച് നമ്മുടെ ബാഡ് ഗൈസിനെ റോക്കറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിടുന്നു. ഇത്തവണ ഞങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല കമ്മീഷണർ ലുഗിൻസ് എന്നും പറഞ്ഞുകൊണ്ട് ബാഡ് ഗൈസ് ഒരുമിച്ച് ആ ഒരു റോക്കറ്റിലേക്ക് ചാടുകയാണ്. നിങ്ങൾക്കറിയാലോ, റോക്കറ്റ് പറന്നു പൊങ്ങുമ്പോൾ തന്നെ അതിന്റെ പല പാർട്സുകളും ഓരോ ഘട്ടം എത്തുമ്പോൾ താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ പാർട്സ് വീഴുമ്പോഴും മുകളിലത്തെ പാർട്ടിലേക്ക് എത്താനായിട്ട് നന്നേ പാടുപെടുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ സ്നേക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവരും ഇപ്പോ ആ ഒരു മൂണെക്സ് റോക്കറ്റിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷനിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പിരാന അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുകയാണ്. മിസ്റ്റർ വോൾഫ് അപ്പൊ പറയുന്നുണ്ട്, ഇനി നമ്മൾ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ഇതുവരെ കിറ്റി കാറ്റും സംഘവും ഇവരിങ്ങോട്ടേക്ക് വന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഡയാനയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റോക്കറ്റിന്റെ ഉള്ളിലുണ്ട്. കിറ്റി കാറ്റ് അങ്ങനെ പണി ആരംഭിച്ചു. ഭൂമിയിലുള്ള എല്ലാ ഗോൾഡും ഇപ്പൊ അവൾ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാനായിട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ മിസ്റ്റർ വോൾഫും സംഘവും ബഹിരാകാശ യാത്രികരിടുന്ന ആ ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പിരാനയും അതുപോലെ തന്നെ മിസ്റ്റർ സ്നേക്കും ഒരു സ്യൂട്ടിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിരാന അറിയാതെ ടെൻഷൻ വന്നപ്പോ ചെറുതായിട്ടൊന്ന് വളി വിട്ടു. അവൻ നമ്മുടെ സ്നേക്കിനൊന്ന് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് വളിയാടാച്ച് വിട്ടത്. സംഭവം മറ്റൊന്നുമല്ല, പിരാനയ്ക്ക് താഴേക്ക് നോക്കുമ്പോൾ പേടി ഉണ്ടായിരുന്നു. കിറ്റി കാറ്റ് അങ്ങനെ ആ ഒരു മെഷീൻ ഓൺ ആക്കുകയാണ്. അതോട് കൂടിയിട്ട് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള സ്വർണവും ഇപ്പോ ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മർമലേഡ് ഒരു ലിമോ, അതായത് വലിയൊരു കാർ ഉണ്ടല്ലോ ലിമോ എന്ന് പറയുന്നത്, ആ ഒരു കാറിൽ കയറി ഡോർ അടയ്ക്കുമ്പോഴത്തേക്കും അവനും പൊങ്ങിപ്പോവാണ്. അതായത് ആ ഒരു കാറും സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. മിസ്റ്റർ വോൾഫും സംഘവും ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് വന്ന കാര്യം നമ്മുടെ കിറ്റി കാറ്റും സംഘവും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സൂസനും പിക്ടെയിലിനും ഇവരെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കിറ്റി കാറ്റ് അങ്ങനെ ആയിരുന്നില്ല. അവൾക്ക് എല്ലാം ഒറ്റയ്ക്ക് വേണം, അല്ലെങ്കിൽ അത്യാർത്ഥി എന്നുള്ള ഒരു നിറകുട്ടമായിരുന്നു അവള് വീണ്ടും ആ ഒരു മെഷീൻ ഓവർ പവർ നൽകിയിട്ട് ഭൂമിയിലുള്ള സകലമാന സ്വർണവും അങ്ങോട്ടേക്ക് വരുത്തിക്കുകയാണ്. ഒരു വലിയ ഒരു ഗ്രഹം പോലെ തന്നെ റൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു സാറ്റലൈറ്റിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്വർണത്തിന്റെ നിക്ഷേപം. ഇതൊക്കെ തടയാനായിട്ട് നമ്മുടെ മിസ്റ്റർ വോൾഫ് അങ്ങോട്ടേക്ക് വന്നപ്പോ കിറ്റി കാറ്റ് സത്യത്തിൽ ഞെട്ടിപ്പോയി. നിനക്ക് യഥാർത്ഥ ബാഡ് ഗൈസ് എന്താണെന്ന് അറിയില്ല അല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് കിറ്റി കാറ്റിനെ തല്ലാനായിട്ട് പോവുകയാണ്. പക്ഷെ കിറ്റി കാറ്റും വിട്ടുകൊടുത്തില്ല. ഈ ഒരു മാഗ്നറ്റിനെ നിയന്ത്രിക്കുന്ന റിമോട്ട് അപ്പൊ തന്നെ കിറ്റി കാറ്റ് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതിനകം തന്നെ നമ്മുടെ മിസ്റ്റർ വോൾഫ് കിറ്റി കാറ്റിന്റെ കയ്യിൽ കിടന്നിരുന്ന ആ ഒരു സ്മാർട്ട് വാച്ച് കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന മൂണെക്സ് റോക്കറ്റ് കൊണ്ട് തന്നെ ആ ഒരു മാഗ്നറ്റ് മൊത്തം തകർത്ത് തരിപ്പണമാക്കി. ഒരു ഗ്രഹം തന്നെ തകർന്നു പോകുന്ന രീതിയിൽ ആ ഒരു സ്വർണം വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പോയി. ദേഷ്യം പിടിച്ച കിറ്റി കാറ്റ് ആകട്ടെ മിസ്റ്റർ വോൾഫിനെ പഞ്ഞിക്കിടാനായിട്ട് വന്നു. എന്റെ ചെക്കിനെ തൊടുന്നോടാ എന്നും പറഞ്ഞുകൊണ്ട് ഡയാന അങ്ങോട്ടേക്ക് വന്ന് കിറ്റി കാറ്റിനിട്ട് ഒരേറ്റ ചവിട്ട് കൊടുത്തു. മിസ്റ്റർ വോൾഫ് അപ്പൊ തന്നെ ഡയാനയെ കെട്ടിപ്പിടിക്കുന്നു. അയ്യേ ആൾക്കാർ നോക്കും എന്നൊക്കെ നമ്മുടെ മിസ്റ്റർ വോൾഫ് പറയുമ്പോൾ ഞാനിപ്പോ അതിനൊരു ഗവർണർ ഒന്നുമല്ല. മിസ്റ്റർ വോൾഫിനെ ഡയാന അപ്പൊ തന്നെ ചുംബിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പിരാനയും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സ്പേസ് സ്റ്റേഷൻ പ്ലമ്മറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ അവര് ഭൂമിയിലേക്ക് വരുന്നത്. മിസ്റ്റർ വോൾഫ് അപ്പൊ എല്ലാവരുടെയായിട്ടും പറയുന്നുണ്ട്,
നമ്മളൊരു വലിയ ടീമായിരുന്നു, നമ്മൾ ഉറപ്പായും ഭൂമിയിലേക്ക് ഒരു കുഴപ്പമില്ലാതെ എത്തിച്ചേരും. പക്ഷെ പിന്നീട് കാണുന്നത് നമ്മുടെ കമ്മീഷണർ ലുഗിൻസ് ഇവരുടെ മരണത്തെ പറ്റി വിശദീകരിക്കുന്നതാണ്. നമ്മുടെ ഭൂമിക്ക് വേണ്ടി തന്നെ ഒരുപാട് ത്യാഗം സഹിച്ച മഹാന്മാരാണിവർ. ഒരു ഫ്യൂണറൽ ചടങ്ങിന് വന്നവരെല്ലാവരും തന്നെ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, മാധ്യമ പ്രവർത്തക പോലും റിപ്പോർട്ട് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാഡ് ഗൈസിനെയും സംഘത്തെയുമാണ്. യഥാർത്ഥത്തില് അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി മുതൽ നിങ്ങൾ സീക്രട്ട് ഏജന്റ്സ് ആണെന്ന് നമ്മുടെ കമ്മീഷണർ ലുഗിൻസ് ഇവരോട് പറയുകയാണ്. ഇത് കേട്ടതും മിസ്റ്റർ വോൾഫിനും സംഘത്തിനും ഒരുപാട് സന്തോഷമാവുന്നു. ഏനയും ഇവരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അങ്ങനെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് എല്ലാവരും നല്ല പുതുപുത്തൻ വെള്ള കാറിൽ ഇപ്പൊ പാഞ്ഞു പോകുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഏറ്റവും അവസാന ഭാഗത്തായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മർമലൈഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആ ഒരു ലിമോയിൽ ഇങ്ങനെ പറന്ന് പൊങ്ങി പോയിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു സ്പേസ് ഷിപ്പായി മാറുന്നു. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.